പിങ്കി പിങ്കി ഒന്ന് നോക്കി ചിരിച്ചിട്ടെങ്കിലും പോ പിങ്കി. എന്നിട്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ പുറകെ കൂടെ ഇങ്ങനെ നടക്കരുത്. നാട്ടുകാരെങ്കിലും കണ്ട് എന്തു വിചാരിക്കും? ഓ അപ്പോഴും നാട്ടുകാർ കണ്ട എന്ത് വിചാരിക്കുന്ന പിങ്കിക്ക് പ്രശ്നം. ഞാൻ വിചാരിച്ച പിങ്കിക്ക് എന്റെ ഒരു ദേഷ്യം ഒന്ന്. ചുമ്മാ നീ ദേഷ്യം പിടിക്കല്ല. ഓ ഓ പിങ്കിയെ കാണാൻ എന്തൊരു ഭദ്രാളിയാ, പേടിയാവണ്. വെറുതെ കളിയാക്കിണ്ടല്ലോ. കളിയാക്കിയതല്ല പിങ്കി, നീ ദേഷ്യപ്പെടുമ്പോ നിന്റെ കണ്ണൊക്കെ വെളിയിൽ വന്ന് മുഖമൊക്കെ ചോന്ന് പേടിയാവണ്. ഈ നാട്ടിൽ നീയാണ് പിങ്കി ഏറ്റവും വലിയ സുന്ദരി. നിന്റെ ആ കണ്ണ്, ചിരി, ആ നടത്തം സൂപ്പർ പിങ്കി, സിനിമ നടി തന്നെ. ഓ പിന്നെ ചുമ്മാ കള്ളം. സത്യം പറഞ്ഞത് പിങ്കി, സത്യം സത്യം. പക്ഷെ നീ വളവളാന്നുള്ള നിന്റെ ആ സംസാരം അത് വന്നു കഴിഞ്ഞാൽ കയ്യിൽ പോയി. അതൊക്കെ മാറ്റണം പിങ്കി. ഞാനങ്ങനെ സംസാരിക്കാറോ ദേഷ്യപ്പെടാറൊന്നും അങ്ങനെ ഇല്ലല്ലോ. ഇല്ല എങ്കിലും ചില നേരത്തുള്ള നിന്റെ ആ സംസാരം വളവളാന്ന് അതൊന്നും കൊള്ളൂല. പിന്നെ നിനക്ക് ഏത് ഡ്രസ് ഇട്ടാലും ചേരും പിങ്കി. പിന്നെ നാടൻ ഡ്രസ് ഇട്ട് ഇറങ്ങിയ നിന്നെ കാണാൻ മഞ്ജു വാര്യർ തന്നെ. മുഖസ്ഥിതി പറഞ്ഞതല്ല പിങ്കി, ഞാൻ ചൊല്ലിയാകണം. നീ അവളോ അഴക് ഉന്നമാതിരി അഴക് ഞാൻ എങ്കിലും പാത്തതില്ലേ. ഐ മീൻ ലവ് വിത്ത് യു. അതുകൊണ്ടാ ലവൊക്കെ നീ എന്റെ കൈ വെച്ചാ കേട്ടാ. വളഞ്ഞു വന്നതായിരുന്നു. വേറെ വല്ല നമ്പർ ഉറക്കാം. ദർശന പിങ്കി പിങ്കി നീ മുടി ഒന്ന് അഴിച്ചിട്ടൊക്കെ. മുടി അഴിച്ചിട്ട് നിന്നെ കാണാൻ നല്ല ഭംഗിയാ, അടിപൊളിയാ. ദർശന മുടി അയച്ചിട്ടാ കാണാനൊക്കെ കൊള്ളാം. കണ്ണാപ്പി ആളൊരു വായി നോക്കിയാണെങ്കിലും പറഞ്ഞ കാര്യം സത്യമാണ്. സൂപ്പറായിട്ടുണ്ട്. ഈ പാടുകളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ കിട്ടില്ല. ദർശന സർവം സദാ നിൻ സൗരഭം ദർശന. മുടിയില് ഭയങ്കര ഉടക്കം. ഓഹോ ഓ ഭയങ്കര ഇളക്കം. എന്ത് എന്ത് ഭയങ്കര ഇളക്കം? എന്ത് എവിടെ എന്താ 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 ചേച്ചി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ വിചാരിക്കരുത്. കണ്ണാടി നോക്കി മുടിയൊക്കെ അയച്ചിട്ട് എന്തായിരുന്നു അവിടെ? അത് പിന്നെ ഞാൻ കണ്ണാടി നോക്കാറുണ്ടല്ലോ. ഞാൻ പൊതുവെ നോക്കാറുണ്ടല്ലോ. നോക്കാറുണ്ട്, പക്ഷെ ഈ ഒരു സാധനം ഈ എന്നെ പോലും കാണാതെ നേരെ വന്നവിടെ ബാഗിനെ എടുത്തവിടെ നിലത്ത് വെച്ചിട്ട് കണ്ണാടി നോക്കിയിട്ട് എന്തൊക്കെയായിരുന്നു പോസ്റ്റ് കാണിച്ചത്? അതിപ്പം ഞാൻ ഇവിടെ ഒന്ന് ചുമ്മാ ഇങ്ങനെ നോക്കിപ്പോയോ. നീ അവിടെ ഇരുന്ന ഞാൻ ശ്രദ്ധിച്ചില്ല. നീ പിന്നെ ഒരു ഇച്ചിരിയല്ലേ ഉള്ളൂ, അപ്പം കാണൂല. ഓഹോ ശരി ആയിക്കോട്ടെ. അതെ, ഈ മുടിയൊക്കെ അയച്ചിട്ട് കഴിഞ്ഞാൽ സുന്ദരിയാണെന്ന് ആരാ പറഞ്ഞ? ബോയ്സോ ഗേൾസോ? ബോയ്. അയ്യോ അല്ല, ഗേൾ 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 ഗേൾസ് ഗേൾസ് അങ്ങനെ പറഞ്ഞു എന്റെ ഫ്രണ്ട്സ്. നിന്റെ ഈ ചാട്ടമൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ മോളെ. എന്ത് ചാട്ടം? ചാട്ടം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ വിചാരിക്കരുത്. എന്തോട് നീ പറയുന്നേ? ആണുങ്ങള് പെണ്ണുങ്ങളെ കുപ്പിയിലാക്കാൻ വേണ്ടി നിന്റെ മുടി അയച്ചിട്ടാ നല്ല ഭംഗിയായിരിക്കും, നിന്റെ മുടി കെട്ടിവെച്ചാ ഭംഗിയായിരിക്കും, നീ മൊട്ടയടിച്ച് നടന്നാ ഭംഗിയായിരിക്കും എന്നൊക്കെ പല രീതിയിൽ പറയും. അതൊക്കെ കേട്ട് വീണ് കഴിഞ്ഞാ നമുക്കാണ് അതിന്റെ ദോഷം. മനസ്സിലായ? ചേച്ചി എന്തോ ചേച്ചി പറയുന്നേ? ഞാൻ അങ്ങനെ ഒന്നും വീഴുന്ന ഒരു ടൈപ്പ് അല്ലെന്ന് അറിയില്ലേ. അഥവാ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഞാൻ ഈ ചെവി കൂടെ കേട്ടിട്ട് അപ്പുറത്തെ ചെവി കൂടെ ഇങ്ങനെ പറത്തി കളഞ്ഞു. അങ്ങനെ പറത്തി വിട്ടാ നിനക്ക് നല്ലത്. അതത്രേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ചേച്ചി ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ഭാഗ്യമായ ഒന്നല്ലല്ലോ. ഈ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ മാനസികമായ ഒന്നാണ്. അപ്പൊ മനസ്സിന് സൗന്ദര്യം ഉണ്ടെങ്കിൽ നമുക്ക് സൗന്ദര്യം ഉണ്ടാവും. അങ്ങനെയാണ് പഴമക്കാര് പറയാ. അല്ല അതെന്തിനാ നീ ഈ കണ്ണാടി നോക്കി പറയണേ?
എനിക്ക് കണ്ണാടി നോക്കി എന്തിനാണ് പറയണത്? അതും ചുമ്മാ നോക്കി, ചുമ്മാ വെറുതെ. അതെ മോളെ, ഇതൊക്കെ വെറുതെ ആയാ നിനക്ക് കൊള്ളാം, അല്ലേ നീ കൊള്ളും കേട്ടാ. എന്ന് വെച്ചാ എന്തെങ്കിലും ഉടായ്പ് നീ കാണിക്കുകയാണെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നീയും ഇടി വാങ്ങും, വരുന്നവനും ഇടി വാങ്ങും. ഇടിയുടെ പൂരമായിരിക്കും. അറിയാലോ നിനക്ക് എന്നെ? അറിയാം. പോച്ച അങ്ങനെ അങ്ങനൊന്നല്ല. അങ്ങനെ ഇല്ലാതിരുന്നാൽ നിനക്ക് കൊള്ളാം. പോട്ടാ. ശരി, ആയിക്കോട്ടെ. എല്ലാരും ഇടിക്കും. അവളാര് ഉണ്ടയോ? പിന്നെ അവളെ പറഞ്ഞാലും കാര്യമുണ്ട്. അവളെങ്ങാനും ഇടിച്ചു കഴിഞ്ഞാൽ എന്റെ ഭഗവാൻ, എന്റെ മുഖത്തിന്റെ ഷേപ്പ് തന്നെ മാറിപ്പോ. പിന്നെ എന്റെ അമ്മയ്ക്ക് പോലെ എന്നെ തിരിച്ചറിയാൻ പറ്റും. ചായ വേണോ അമ്മ? എന്നാ പിന്നെ ഡ്രസ് മാറിയിട്ട് ഇങ്ങോട്ട് വരാൻ നോക്ക്. എനിക്ക് അങ്ങോട്ട് കൊണ്ട് തരാനൊന്നും പറ്റൂല. രണ്ട് കയ്യേ ഉള്ളൂ ഇവിടെ. എന്തോ കഷ്ടം ഇത്. ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരണ, ഞാൻ അങ്ങോട്ട് വന്നോളാം. പറഞ്ഞതിലും കാര്യമുണ്ട്. പക്ഷെ ചുമ്മാ പറയാണെന്ന് തോന്നണ കേട്ടാ. മഞ്ജുവാരന്റെ പോലെയാണ് എന്നെ കാണാൻ. ആ ചില പട്ടുപാടെ കിട്ടും. നാടൻ സ്റ്റൈലിൽ വരുമ്പോ അങ്ങനെ ഇരിക്കുമായിരിക്കും. വലത് സൈഡിൽ കൂടെ നോക്കുമ്പോ ചെറിയൊരു മഞ്ജുവാരന്റെ കട്ടുണ്ട്. ഇങ്ങനെ ചിരിക്കുമ്പോഴേക്കും കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എൻ്റെ ഈ ചാടിക്കിടയ്ക്കുന്ന സ്വഭാവവും ദേഷ്യവും അത് കുറയ്ക്കണം. അത് കുറച്ചില്ലെങ്കിൽ ശരിയാവില്ല. അതാണ് എൻ്റെ സൗന്ദര്യം മൊത്തം കളയുന്നത്. എന്ത് വേണം, എൻ്റെ ലുക്ക് മൊത്തം പോവും അങ്ങനെ. ആ മാറ്റം അനിവാര്യമാണല്ലോ. യു ക്യാൻ പിങ്കി, യു ക്യാൻ. മാറണം, നീ മാറിയേ പറ്റൂ. ഓക്കെ? എന്തോ നമ്മ ഞാൻ പറയണത് അമ്മേടുത്ത് പറഞ്ഞല്ലേ അമ്മ? ഇത് എന്ത് കഷ്ടം മനുഷ്യ. എന്ത് ദൈവമേ, അവൻ പറഞ്ഞ സത്യം തന്നെ. ദേഷ്യപ്പെടുമ്പോ എന്ത് വൃത്തിയോടെ എന്നെ കാണാൻ. എന്തോ ഇങ്ങനെ ആയാൽ പറ്റൂലോ എനിക്ക്. ഇങ്ങനെ ആയാൻ പറ്റൂല. നീ എന്തായാലും മാറിയേ പറ്റൂ. ഇങ്ങനെ എങ്ങാനും മോന്ത വെച്ചോണ്ട് പോവാണെങ്കിൽ നിന്നെ ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കും. എന്താ അമ്മ? അമ്മ ഞാൻ ദേ വരുന്നേ. അയ്യോ, ഇങ്ങനെ പറഞ്ഞപ്പോ എന്തൊരു ഐശ്വര്യനെ കാണാൻ. വരുന്നമ്മ, ചായ എടുത്ത് വെച്ചോ. പിങ്കി വാ, എത്ര നേരമായി? അവള് വരും മണി, വന്നല്ലേ ഉള്ളൂ. ഫ്രഷ് ആയിട്ട് വരും. വന്നേ ഉള്ളൂ, ഫ്രഷ് ആയിട്ട് വരുന്ന. സാധാരണ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാലേ കൈ പോലും കഴുകാത്ത നേരെ അടുക്കളയിലോട്ട് വന്നിട്ട് അമ്മ ചായ, അമ്മ പലഹാരം എന്ന് പറഞ്ഞോളാം. ഇന്ന് 1/4 മണിക്കൂറായി. അത് ഞാൻ പറയായിരിക്കായിരുന്നു. ഞാൻ റൂമിൽ ഇരുന്ന സമയത്തെ അവള് കേറി വരുവാണേ. ഞാൻ അവിടെ ഇരിക്കുന്നെന്ന് പോലും അവൾ അറിയുന്നില്ല. വന്ന ഉടൻ ബാഗിനെടുത്ത് അങ്ങ് നിലത്തിട്ടിട്ട് നേരെ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുകയാണ്. മുടിയൊക്കെ അയച്ചിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങ് നോക്കി ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവള്. എന്തോന്ന് വെച്ചാ അവളെ ഇങ്ങനെ ചുമ്മാ കുറ്റം പറയണേ? അവള് കണ്ണാടി നോക്കി എന്താ പ്രശ്നം? വെറുതെ ഞാൻ പറഞ്ഞതല്ല. ഇപ്പൊ ഈ ഇടയായിട്ട് ഫുൾ ടൈം അവൾ കണ്ണാടിയിലാണ്. ഓ പിന്നെ കണ്ണാടി നോക്കാത്ത ഒരാൾ 24 മണിക്കൂറും കണ്ണാടിന്റെ മുന്നിൽ നീ നിൽക്കണേ. എന്നിട്ടാണ് അവളെ കുറ്റം പറയണേ? അമ്മ എന്നെ പോലെയാണോ അവള്? ഞാൻ കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആയതുകൊണ്ട് ഞാൻ കണ്ണാടിയിലൊക്കെ നോക്കും. പക്ഷെ പല്ല് പോലും തേക്കാത്ത അവൾ എന്ത് കണ്ണാടി നോക്കാനാണ്? എന്റെ മക്കളെ, ഈ പ്രായത്തില് പ്രത്യേകിച്ച് ഈ ടീനേജ് കുട്ടികളല്ലേ ഈ ബ്യൂട്ടി കോൺഷ്യസ് ആവുന്നത്. അപ്പൊ സ്വാഭാവികമല്ലേ അത്. അവ കണ്ണാടിയൊക്കെ നോക്കി. ഇത് നീ ഇത്ര വലിയ ആക്ഷൻ എടുക്കേണ്ട കാര്യമുണ്ട്? എന്തോന്ന് കുഞ്ഞാ ഇത്. ഇങ്ങനെയൊന്നും തോന്നുന്നില്ല. ഞാൻ പറയാം. മോളെ സുന്ദരി ആയിരിക്കുന്നു, നല്ല ഡ്രസ്സൊക്കെ ഇട്ട്. അമ്പലത്തിൽ പോണോ? ഇല്ല, അമ്പലത്തിൽ പോണില്ല. പിന്നെ ഒരിടത്തും പോണില്ലേ? ഇല്ല. പിന്നെ നീ ഒരുങ്ങി കെട്ടി വന്നേക്കണേ? അത് ഞാൻ ഒരുങ്ങിയില്ലല്ലോ അമ്മ. ഒരുങ്ങിയില്ലേ? ഇല്ല. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരേ. ഇങ്ങോട്ട് വാ, ഇവിടെ വാ. എന്ത്
എന്ത് അമ്മ ഒന്ന് മാറി. അമ്മ അത്ര എന്റെ ഫൗണ്ടേഷൻ നോക്ക് മൂത്ത് മുഴുവൻ വാടിയിട്ടേക്കുന്ന. എന്നിട്ട് നീ ഒരുങ്ങിയില്ലല്ലേ? എന്തിനാണ് കാണാൻ പറയാ? നീ എങ്ങോട്ട് പോണേ? പറ, സത്യം പറ. അയ്യോ ഞാനിത് എങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ ചെയ്തതല്ല. പിന്നെ എന്താ ഡീ പേക്കോലം? പേക്കോലോ? പിന്നെ ഇതാണ് സിംപ്ലിസിറ്റി. നിങ്ങൾ ഷോർട്സും ബനിയനൊക്കെ ഇട്ട പിങ്കി മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഇനി വളരെ നാടൻ വേഷത്തിൽ കുലീനതയുള്ള മിതഭാഷയായ ഒരു പിങ്കി ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അതെ അതെ, അത് കൊള്ളാം. വീട്ടിലിടാൻ വേണ്ടിട്ടാണ് ഈ സാധനം എടുത്തിട്ടേക്കുന്നേ? അതെ അമ്മ. ആണല്ലേ? ഞാനേ നിന്റെ തോളടിച്ച് പൊട്ടിക്കണ്ടെങ്കിലേ മര്യാദയ്ക്ക് ഡ്രസ്സ് മാറ്റിട്ട് പാടി. വീട്ടിലിടാനാണ് ഇത് വാങ്ങിച്ചു വെച്ചേക്കുന്നത്. കഴിഞ്ഞ ഓണത്തിന് വാങ്ങിച്ചല്ലേ? ഒരു പ്രാവശ്യം 2 പ്രാവശ്യം അങ്ങോട്ട് പുറത്തിട്ടുള്ളൂ. പിന്നെ വീട്ടിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കാൻ പോണത്. അച്ഛാ, നന്നാവാൻ ഉള്ളൊരു ശ്രമത്തിലാണ് ഈ ഞാൻ. സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പുറകിൽ നിന്ന് കുത്തരുതെന്ന് അച്ഛന്റെ ഭാര്യയോടും അച്ഛന്റെ മോളോടും പറഞ്ഞ് മനസ്സിലാക്കണം. അത് ഞാൻ പറഞ്ഞ് ശരിയാക്കാം. പക്ഷെ മോളെ എനിക്കൊരു സംശയം. പറഞ്ഞോളൂ അച്ഛാ. അതെ, നീ ഇനി മുതൽ മോഡേൺ ഡ്രസ് ഉപയോഗിക്കുന്നില്ല, നാടൻ ഡ്രസ് മാത്രം ഉപയോഗിക്കാന്നല്ലേ പറഞ്ഞത്? അതെ അതെ, തീരുമാനിച്ചു. അയ്യോ അച്ഛ ക്ഷമിക്കണം അച്ഛാ, അച്ഛനോട് ക്ഷമിക്കണം. സോറി അച്ഛാ, ഞാൻ ഇനി ആവർത്തിക്കില്ല അച്ഛാ, ഇനി ആവർത്തിക്കില്ല. ഇടി ഇതിന് മാത്രം നാടൻ വേഷം എവിടെ ഇരിക്കണം? ഫുൾ ടൈം ഇട്ടോണ്ട് നടക്കാനായിട്ട്. ആ കൂടെ 2 പാവാടല്ലേ ഉള്ളൂ നിനക്ക്. മോൾ എന്തായാലും മാറാൻ പോവാണ്. ഓക്കെ, മോള് മാറിക്കോ, അച്ഛൻ സപ്പോർട്ട് ചെയ്യാം. പക്ഷെ ഈ ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടുന്ന പരിപാടി അച്ഛൻ അങ്ങ് നിർത്തി. മോള് പൂർണ്ണമായിട്ട് എന്ന് മാറി എന്ന് അച്ഛൻ ഉറപ്പെന്നുണ്ടാവുമോ, അപ്പം മോള് പറയുന്നത് എന്തും അച്ഛൻ വാങ്ങിച്ചു തരും. അതുവരെ ഈ പാഴ്ചെലവാക്കാനായിട്ട് അച്ഛന്റെ കയ്യിൽ പൈസ ഇല്ല കേട്ടാ. ഓക്കെ ശരി, ഞാൻ എന്ന് മാറി എന്ന് നിങ്ങൾക്ക് ബോധ്യം വരുമ്പോ നിങ്ങൾ ഞാൻ പറയുന്നൊക്കെ മേടിച്ചു തരുമല്ലോ? ഉറപ്പായിട്ടും മഞ്ചരും. നിങ്ങളൊന്നും കൊണ്ടും പേടിക്കണ്ട. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് മാറി പുതിയൊരു മനുഷ്യനായി മുമ്പിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, എന്റെ മാറ്റങ്ങൾ ഇനി നിങ്ങൾ കാണാനിരിക്കുന്നതേ. കുറച്ചുകൂടി മധുരം തീരെ പോരാ മാതാശ്രീ. ശരി, ഞാൻ പൊക്കോട്ടെ. പോയിട്ട് വരാം പിതാശ്രീ, പോയിട്ട് വരാം മാതാശ്രീ, പോയിട്ട് വരാം ജ്യേഷ്ഠശ്രീ. അല്ല എന്തായിരുന്നു? ജ്യേഷ്ഠത്തി. അയ്യോ പിടിച്ചു. എന്ത് പറ്റി? ഓരോരോ വട്ടുകള്. ഇവിടെ ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോഴേ എവിടെ നോ തലക്കേറ് കൊണ്ടു. അതാണ് ഈ മാറ്റം. എന്ത് കൊണ്ടാലും കൊള്ളാം. ഓരോ സീസണിലെ ഓരോ വട്ടുകളും കൊണ്ട് ഇറങ്ങിക്കോളും. അല്ല, എന്ത് വട്ടിത്തരം കാണിച്ചാലും എന്റെ കയ്യിലെ കാശല്ലേ പോണത്. അതാണ് എന്റെ വിഷമം. എന്തായാലും അച്ഛന്റെ കയ്യിൽ നിന്ന് പോവും. അങ്ങ് പോട്ടെന്ന് വെക്കണം. ഓ, അങ്ങ് ഇരിക്കല്ലേ ഇവിടെ കെട്ടുകണക്കിന്, അങ്ങ് പോട്ടെന്ന് വെക്കാൻ. മിസ്റ്റർ. എന്റെ ബാങ്ക് ബാലൻസ് എത്രന്ന് അറിയാലോ, അതൊക്കെ പറഞ്ഞുവിട്. എന്റെ അച്ഛ, അവക്ക് അങ്ങനെയൊന്നും മാറാനൊന്നും പറ്റില്ല. ഇതാരോ പറയുന്ന കേട്ടിട്ട് അവൾ ഇതൊക്കെ ചെയ്യുന്നതാണ്. അതിന്റെ ത്രില്ല് കഴിയുമ്പോ അതോടെ തീരും. വീണ്ടും പഴയതുപോലെ തന്നെ ആയിരിക്കും. വേണമെങ്കിൽ നോക്കിക്കോ. അങ്ങനെയാണോ? അങ്ങനെ തന്നെയാണ്. അങ്ങനെയൊന്നും അല്ല. അവക്ക് ജെനുവിൻലി ഒരു മാറ്റം വരണം എന്നൊക്കെ തോന്നി ഉണ്ടായിരിക്കുന്നതാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ആണോ? അങ്ങനെയാണ്. അങ്ങനെ അല്ല, എനിക്ക് തോന്നുന്നില്ല. ദീപം 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 ദീപം. കണ്ടോ അവള് വിളക്കം കൊണ്ട് വന്നത്? കണ്ട ആരാണ് പറഞ്ഞ അവള് മാറൂലെന്ന്? നന്നായി മോളെ. എന്തിങ്ങനെ വിളക്കൊക്കെ കത്തി സന്ധ്യ നേരം തോന്നിയത്? അതച്ചാ, വിളക്കെന്ന് പറയുന്നത് പ്രകാശമാണല്ലോ. ഇരുട്ടിനെ അകറ്റുന്ന ഒന്നാണല്ലോ പ്രകാശം. അതെ. അപ്പൊ എന്റെ ഈ മാറ്റവും പ്രകാശം പരത്തിക്കൊണ്ട് തന്നെ ആവാന്ന് വിചാരിച്ചു. അടിപൊളി മക്കളെ. ആര് സപ്പോർട്ട് ചെയ്തില്ലേ? അമ്മ സപ്പോർട്ട്. താങ്ക് യു. അച്ഛനും സപ്പോർട്ട് ചെയ്യും. താങ്ക് യു, താങ്ക് യു. ഞാൻ ഇനി നാമം ചൊല്ലട്ടെ. ഓഹോ, അതും ഉണ്ടോ? ഐശ്വര്യ ദേവത വീട്ടിൽ കുടിയിരിക്കണമെങ്കിൽ സന്ധ്യാസമയത്ത് നമുക്ക് വിളക്ക് തെളിയിച്ച് നാമം ചൊല്ലണമെന്നാണല്ലോ ശാസ്ത്രം. അല്ലേ? ഏത് ശാസ്ത്രം? മോളെ നന്നായി, മോളിരുന്ന് നാമം ചൊല്ലിട്ടോ. കണ്ടാ അവള് ചെയ്തത് കണ്ട? നിനക്ക് തോന്നില്ലല്ലോ? കാര്യം തല്ലുള്ളിയാണെങ്കിലേ അവള് നല്ലോണം മാറിയിട്ടുണ്ട് മക്കളെ. എനിക്ക് തോന്നണില്ല. ചൊല്ലു. അവള് സമാധാനത്തിരുന്ന് ചൊല്ലട്ടെ, ശല്യപ്പെടുത്തണ്ട. ചൊല്ലട്ടെ. രാമ 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 പാഹിമ.
അല്ല നിങ്ങളെല്ലാരും ഇവിടെ നിക്കണോന്നില്ല. എന്റെ കോൺസെൻട്രേഷൻ ചിലപ്പോ പോകും. ശരി മോളൊരു കാര്യം ചെയ്യും, സമാധാനമായിട്ട് ഇരുന്ന് നാമം ചൊല്ലിക്കോ. നമുക്ക് എല്ലാവർക്കും കയറി മോള് നാമം ചൊല്ലിക്കോ കേട്ടോ. രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ. ആരോ നോക്കുന്നത്? അപ്പൊ എന്റെ സംശയം തെറ്റിയില്ല. ആരോ പറഞ്ഞിട്ടാണ് ഇവിടെ ഇതൊക്കെ ചെയ്യുന്നത്. അതെനിക്കിപ്പോ ഉറപ്പായി. എന്നോടാണ് ഈ വേലത്തരം. ഞാൻ കാണിച്ചു തരാം മോളെ. ഞാനിത് എവിടെ പോയി കിടക്കുന്നത് കാണല്ലോ. അങ്ങോട്ട് പോയി നോക്കാം. രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ. കാണല്ലോ. സാധാരണ ഈ വഴിയിൽ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും പേരാ പാറ അടക്കണം തീർക്കണം. ഇനി അവ എന്നെ പറ്റിക്കാൻ പറഞ്ഞായിരിക്കോ? ഇവളെന്തിനാ ഒറ്റയ്ക്ക് എങ്ങോട്ട് പോകുന്നത്? പറ്റിക്കാൻ പറയേണ്ട ആവശ്യമൊന്നും അവനില്ലല്ലോ അല്ലേ? എന്താണ് അവിടെ നിന്ന് പുറകെ ചെറുക്കൻ എവിടെ? അയ്യോ ഇപ്പൊ കണ്ടപ്പോ തിരിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ അവനെ കാത്തിരിക്കാമെന്ന് വിചാരിക്കും. ഇത് കണ്ണാപ്പിയല്ലേ? അവൻ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നേ? പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണി. പിങ്കി പിങ്കി എടാ നീ എന്താ ഇവിടെ? പിങ്കിയെ കാണാൻ വന്നേ? എന്നെ കാണാനോ? ഷോ ഞാൻ പറഞ്ഞ പോലെ പിങ്ക മുടിയൊക്കെ അയച്ചിട്ടല്ലേ? ഓ അതിപ്പോ നീ പറഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ സാധാരണ എന്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാ നിൽക്കാറ്. മുടി അയച്ചിട്ടപ്പോ പിങ്കിയെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഐശ്വര്യ റായ് പോലെ. അയ്യോ നീ നേരത്തെ പറഞ്ഞതിന് മഞ്ജു വാര്യരെ പോലെ ഇരിക്കണമെന്നാണല്ലോ. രണ്ടുപേരും ലേഡീസ് സൂപ്പർ സ്റ്റാർ തന്നെയല്ല. പിന്നെ എന്നിട്ട് വളവള സംസാരമൊക്കെ മാറ്റിയപ്പോ നല്ല ക്യൂട്ട് നൈസ് ആയിട്ടുണ്ട്. പിങ്കി ഐ ലവ് യു. ആഹാ ഇപ്പൊ ശരിയാക്കി തരേ. ഇപ്പൊ കാണിച്ചാൽ എന്ത് ചെയ്യണോ എനിക്കറിയാം. നോക്ക് നോക്ക് നോക്ക്, കണ്ടോ? അയ്യോ അച്ഛനമ്മ പറഞ്ഞു അങ്ങോട്ടല്ലേ പൊട്ടാ പുറത്തോട്ട്. കണ്ണാപ്പിയല്ലേ ഇത്? നീ എന്താണ് ഇപ്പൊ ഇവിടെ? എന്താണ് ഇവിടെ? സത്യം പറയണേ, എന്തിനാണ് വന്നവിടെ? അത് എനിക്കങ്ങനെ അറിയാം, അവനോട് ചോദിച്ചു. ഒരു കള്ള ലക്ഷണം പറയണ. എന്തിനാ വന്നേ? പിങ്കിയെ കാണുന്നു. പിങ്കി കാണാ? പിങ്കിയെ കാണുന്നു? അയ്യോ എനിക്കറിയില്ല കേട്ടോ. എന്തിനാ പിങ്കിയെ കാണുന്നേ? എന്തിനാ വന്നേ? ഞാൻ പറഞ്ഞ പോലെ അവള് മുടി അഴിച്ചിട്ടാന്ന് നോക്കാൻ വന്നു. മുടി അപ്പൊ നീ അവൻ പറഞ്ഞിട്ടാണോ ഓരോ കോപ്പറ കാണിച്ചത് ഇവിടെ? അയ്യോ ഇല്ല മാതാശ്രീ, ഇത് എനിക്ക് തോന്നിട്ട് തന്നെ ഞാൻ ചെയ്തതാണ്. ഇല്ല ഞാൻ പറഞ്ഞിട്ടാ പിങ്കി ഇത് ചെയ്തത്. ഓഹോ നീ ഇവിടെ വളയ്ക്കാൻ വേണ്ടിട്ടാണല്ലേ മുടിയൊക്കെ അയച്ചിടാൻ പറഞ്ഞേ? അത് പിന്നെ ചേച്ചി എന്നെ ഒന്നും ചെയ്തത്. ഞാൻ സത്യം പറയാം, ഞാൻ കുറെ കാലമായിട്ട് പിങ്കിയുടെ പുറകെ നടക്കാണ്. പക്ഷെ പിങ്കിക്കാണെങ്കിൽ എന്നെ കാണുമ്പോ ഭയങ്കര ദേഷ്യ. അവളൊന്ന് കൂളാക്കാൻ വേണ്ടി ഞാൻ ഹൃദയം സിനിമയിലെ ഒരു ഡയലോഗ് പറഞ്ഞു. എന്നിട്ട് അതിലവള് വീണോന്ന് നോക്കാൻ വന്നു. ഓഹോ എന്നിട്ട് അവിടെ വീണാ? അത് നോക്കാനാണ് അയ്യോ ഞാൻ എനിക്കൊന്നും അറിഞ്ഞൂടാ. പിങ്കി അല്ല മണി, ഇവ ആള് കൊള്ളാല്ല, മുട്ടയൊന്നും വിരിഞ്ഞില്ല. അതിന് മുമ്പ് എന്നെ പെണ്ണുങ്ങളെ വളയ്ക്കാൻ നടക്കണല്ലേ? മൊട്ട ഞാൻ എന്തൊരു കോഴിക്കുഞ്ഞു. ഒന്നുമില്ല ഒരു കാര്യം പറയാം, ഇനി മേലെ ഈ ഏരിയ കണ്ടുവരും. പിങ്കി ലവ് യു മിസ് യു. എന്നാലും അവ എന്നെ പറ്റിക്കാൻ പറഞ്ഞാണല്ലേ. എന്റെ മുടി അയച്ചിട്ട് മഞ്ജു വാര്യരെ പോലെയാണ് എന്നെ കാണാൻ. ഒട്ടും പറ്റിക്കാൻ പറഞ്ഞില്ല, സത്യസന്ധമായ കാര്യമാണ്. ഈ ചകിരിനാര് പോലത്തെ മുടി അങ്ങോട്ട് പിരിച്ചിട്ടേ ഞാണ്ടല്ലോ ചുറ്റുമുള്ളത് ഒന്നും കാണാൻ പറ്റൂല. ഞാൻ അവന്റെ വാക്കും കേട്ടോണ്ട് ഇവിടെ ഈ കോലം കെട്ടിയ നോക്കിക്കൊണ്ടിരിക്കാതെ രണ്ടെണ്ണം കൊടച്ചാ.
അയ്യോ അങ്ങനെ ദേഹോപദ്രവൊന്നും വേണ്ട, ചെറുതായിട്ട് ഉപദേശം വിട്ടാല് ഞാൻ നന്നായിക്കോ. എന്തോ എങ്ങനെ അയ്യോ അച്ഛൻ അങ്ങനെ ചെയ്യില്ല, എനിക്കറിയാം. ഓടിയാ എറിയും. ഏ? ഓടിയ അമ്മയാണ് എന്ത് ചെയ്യാ ഇവിടെ? കൈ നീട്ടി ഇവിടെ ആ, കൈ നീട്ടാ, കൈ നീട്ടാ. ഓടിയാ എറിയും. കണ്ണടച്ചാ കൈ നീട്ടും. കണ്ണടയ്ക്കൂ. അതെ പള്ളി പോയി പറഞ്ഞാൽ അയ്യോ ഓടി പറഞ്ഞ അയ്യോ ഞാൻ നന്നായിക്കോ.